ഇറ്റലിയിൽ കടൽ തീരങ്ങളോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായോ അതിർത്തിയില്ലാത്ത ഏക റീജിയനാണ് ഉംബ്രിയ. മധ്യകാലഘട്ടത്തിലെ വാസ്തുവിദ്യയും തെരുവുകളും ഇന്നും അതേപടി കാത്തുസൂക്ഷിക്കുന്ന നിരവധി നഗരങ്ങൾ ഇവിടെയുണ്ട്. ഈ റീജിയനിന്റെ തലസ്ഥാനമായ പെറൂജിയിലേക്കാണ് ഞങ്ങൾ എത്തിച്ചേരുന്നത്. ലോകപ്രശസ്തമായ ബാച്ചി പെറൂജിന ചോക്ലേറ്റുകളുടെ ജന്മനാടാണിത്. ചോക്ലേറ്റ് കാഴ്ചകൾക്കും ചോക്ലേറ്റ് രുചിക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. പെറൂജിയിലെ ചോക്ലേറ്റ് സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഇവിടെ തന്നെയുള്ള ഈ കാണുന്ന എത്രൂസ്കൻ ചോക്ലേറ്റ് ഹോട്ടൽ. ചോക്ലേറ്റ് തീമിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ഹോട്ടലാണിതെന്നാണ് കരുതപ്പെടുന്നത്. ഈ ഹോട്ടലിന്റെ റിസപ്ഷനിൽ ഞങ്ങളെ സ്വീകരിക്കാനുണ്ടായിരുന്നത് ഒരു ഇന്ത്യക്കാരനായിരുന്നു. ഞങ്ങൾ ചോക്ലേറ്റ് ഹോട്ടലിൽ ചെക്കിങ് കഴിഞ്ഞു. ഞങ്ങൾക്ക് ചോക്ലേറ്റ് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു ഡിസ്കൗണ്ട് കൂപ്പണാണ്. നമുക്ക് നാളെ ഇവരുടെ സ്റ്റോറിൽ നിന്ന് വേണമെങ്കിൽ ഡിസ്കൗണ്ടിൽ കിട്ടും. ഇതാണ് ക്യാവി ഉണ്ടോ? അത് അടിപൊളിയാണ്. ഒരു ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഓക്കെ, നമുക്ക് കിട്ടിയത് 213ാമത്തെ. ഓക്കെ, ഇതെല്ലാം ചോക്ലേറ്റിന്റെ മയാണ് ഇവിടെ. ഇത് കണ്ടില്ലേ? ഈ ഹോട്ടലിലെ ഓരോ നിലകളും ചോക്ലേറ്റിന്റെ ഓരോ വകഭേദങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ചോക്ലേറ്റ് ഹോട്ടലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചോക്ലേറ്റ് ഹോട്ടലിലേക്കല്ല, ഹോട്ടലിൽ നിന്ന് റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ചോക്ലേറ്റ് റൂമിലെ വിശേഷങ്ങൾ ഇങ്ങനെയാണ്. എല്ലാം ഒരു ചോക്ലേറ്റ് മയം. ബെഡ്ഷീറ്റ് മേഘ ചോക്ലേറ്റ് പല ഇത് എഴുതിയിട്ടുണ്ട്. എല്ലായിടത്തും ചോക്ലേറ്റ് കളറുകൾ, ചോക്ലേറ്റിൻ്റെ ആ ഒരു ഇതിനകത്താണ് എല്ലായിടത്തും അതിൻ്റെ ഒരു ഇത് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ വേണ്ട ചോക്ലേറ്റ് ബാർ വെച്ചേക്കണ വരെയാണ്. അടിപൊളി. അപ്പോൾ ഒരു ഡബിൾ കട്ടിലും 2 സിംഗിളുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ചോക്ലേറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ചോക്ലേറ്റ് കഴിച്ചു തുടങ്ങുന്നതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ഞങ്ങൾ താമസിക്കുന്ന ചോക്കോട്ടിലാണ് കാണുന്നത്. അവിടെ നിന്ന് പെറൂജിയയുടെ സിറ്റി സെൻറ്ററിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾക്ക് ആദ്യം ഭക്ഷണം ഒന്ന് കഴിക്കണം. കുറച്ച് എന്തെങ്കിലും ചോക്ലേറ്റൊക്കെ കഴിച്ചെങ്കിലും ഇച്ചിരി ഭക്ഷണം കഴിക്കണം. പിന്നെ സിറ്റി സെൻറ്ററൊക്കെ ഒന്ന് കാണണം. പിന്നെ നാളെ ബാക്കിയുള്ള കാഴ്ചകൾ. ചോക്കോട്ടിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റെയിൽവേ സ്റ്റേഷനാണ്. പെറൂജിയ റെയിൽവേ സ്റ്റേഷനാണ് ഈ തൊട്ടടുത്ത് തന്നെ വരുന്നത്. ഞങ്ങൾ അങ്ങോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പെറൂജിയ പണ്ട് മുതലേ ഈ വിദേശീയർക്ക് ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അതിന് കാരണം ഇവിടുത്തെ ഉള്ള ലാംഗ്വേജ് പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ വന്ന് ഒരു 6 മാസത്തെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റാലിയൻ ഭാഷയിൽ നല്ല ഇതാവുമെന്നാണ് പറയുന്നത് മാത്രമല്ല, എൻ്റെ പെങ്ങൾ ഇവിടെ വന്ന് പഠിച്ചിട്ടുള്ളതാണ്. ഈ കാണുന്നതാണ് പെറൂജിയ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് അടുത്ത് വലിയ ദൂരമില്ല, ചോക്കോട്ടിലേക്ക് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. ഞങ്ങൾ തൽക്കാലം ഇവിടുത്തെ ഹിസ്റ്റോറിക് സെൻറ്റർ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആദ്യം ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി കുറച്ചുകൂടി നീങ്ങി പോയിട്ട് കഴിക്കാമെന്ന് കരുതി. അകലെയായിട്ട് ഒരു സാധനം പോകണമുണ്ടോ, ആണ് മിനി മെട്രോ. ടിക്കറ്റ് മേടിക്കാണ്. €5 40 സെൻറ്റാണ് ഒരു ദിവസത്തേക്ക് ഇവിടുത്തെ ചാർജ്. ഞങ്ങൾ ആദ്യം പെറൂജിയയിലെ മിനി മെട്രോ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതേ മിനി മെട്രോ വന്നുണ്ട് കേട്ടോ. പറഞ്ഞത് ഇതുണ്ടോ, ഇതാണ് മിനി മെട്രോ എന്ന് പറയുന്നത്. ഞങ്ങൾ വന്ന പോലത്തെ മിനി മെട്രോ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 3 മണി കഴിഞ്ഞു, 3:30 ആയി. അപ്പോൾ ഭക്ഷണം കിട്ടാൻ പല സ്ഥലത്തും ബുദ്ധിമുട്ടാവും. ഇങ്ങനെയുള്ള സമയത്ത് KFC മക്ഡൊണാൾഡ്സ് ഒക്കെ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഒത്തിരി ഓഫറുകൾ കിട്ടും മക്ഡൊണാൾഡ്സിൽ. അപ്പോൾ ഞങ്ങൾ ആപ്ലിക്കേഷൻ വഴിയായിട്ട് സാധനങ്ങൾ മേടിക്കുകയാണ്. ഇനി നമുക്ക് മിനി മെട്രോ എടുത്ത് ഹിസ്റ്റോറിക്കൽ സെൻറ്ററിലേക്ക് പോകാം. പെറൂജിയയിലെ കുന്നിൻ മുകളിലുള്ള പഴയ നഗരത്തെയും താഴെയുള്ള ആധുനിക നഗരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ സവിശേഷമായ ഒരു ഗതാഗത സംവിധാനമാണ് പെറൂജിയ മിനി മെട്രോ. ജനവയിൽ ജനിച്ച ലോകപ്രശസ്തനായ ആർക്കിടെക്ട് റെൻസോ പിയാനോ ആണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തത്. ഡ്രൈവർ ഇല്ലാതെ പൂർണ്ണമായും ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ചെറിയ ചുവന്ന വാഗണുകളാണ് ഇത്. 2008 ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഏതാനും സെക്കൻഡോ 1-2 മിനിറ്റോ ഇടവേളകളിൽ തന്നെ ഒരു മെട്രോ വരുമെന്നതിനാൽ യാത്രക്കാർക്ക് കാത്തു നിൽക്കേണ്ട ആവശ്യം വരാറില്ല. പെറൂജിയയുടെ പഴയ നഗരത്തിന്റെ തെരുവുകൾ വളരെ ഇടുങ്ങിയതാണ്. അവിടെ കാറുകൾ കൊണ്ടുപോകുന്നത് പ്രായോഗികമല്ല. മിനി മെട്രോ ഉപയോഗിക്കുന്നതിലൂടെ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നമുക്ക് എത്താൻ സാധിക്കും. യാത്രയ്ക്കിടയിൽ നഗരത്തിന്റെ മനോഹരമായ പനോരമിക് കാഴ്ചകളും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും.
അങ്ങനെ ഞങ്ങൾ പെറൂജിയയിൽ തേരാപ്പാര നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഒരു കുന്നിൻ്റെ മുകളിലാട്ടോ ഈ ഒരു ചെറിയ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഇത് പാർക്കിങ്ങിൻ്റെ സ്ഥലമാണ്. നമുക്കിവിടെ പേ പാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞങ്ങൾ ഹോട്ടലിൽ തന്നെ ഇട്ടു. പിന്നെ അവിടെ നിന്ന് ഒരു ദിവസത്തെ ടിക്കറ്റ് എടുത്തു. €5.40. അത് വെച്ച് നമുക്ക് അൺലിമിറ്റഡ് യാത്ര ചെയ്യാം. ഇവിടെ മിനി മെട്രോ ഉണ്ട്. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. രണ്ടാമത്തെ നിലയിൽ ചോക്ലേറ്റ് ഷോപ്പുണ്ട്. മൂന്നാമത്തെ നിലയിൽ മ്യൂസിയം ഉണ്ട് ചോക്ലേറ്റ്. നാളെയാണ് ഞങ്ങൾ ചോക്ലേറ്റിൻ്റെ വീട് കാണാൻ വേണ്ടി പോകുന്നത്. ചോക്ലേറ്റിൻ്റെയും കൊക്കോയുടെയും ലോകത്തെക്കുറിച്ച് സന്ദർശകർക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന ഒരു അത്യാധുനിക എക്സ്പീരിയൻസ് മ്യൂസിയം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ നാളെ കാസ ദെൽ ചോക്ലാത്തോ സന്ദർശിക്കാനുള്ളതുകൊണ്ട് മ്യൂസിയം ഒഴിവാക്കി താഴെയുള്ള ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇതൊരു ചോക്ലേറ്റ് ലോകം തന്നെയാണ്. നാളെ ഞങ്ങൾ ഫാക്ടറി സന്ദർശിക്കാനായി പോകുമ്പോൾ ബാച്ചി പെറുജിനോയുടെ എല്ലാവിധ വിഭവങ്ങളും ലഭിക്കുന്ന ഒരു ഷോപ്പ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കുറച്ചുകൂടി വിലക്കുറവും അവിടെ തന്നെ ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് കൂടുതൽ ചോക്ലേറ്റുകളും നാളെ വാങ്ങാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. എങ്കിലും ഈ കടയിൽ നിന്ന് ചെറിയ കുറച്ച് ചോക്ലേറ്റുകൾ ഞങ്ങൾ വാങ്ങുന്നുണ്ട്. പെറൂജിയ എന്ന ഈ സ്ഥലത്തിൻ്റെ സ്വന്തം കമ്പനിയായ പെറൂജിനയുടെ ബാച്ചി എന്ന ലവ് നോട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മിഠായി തന്നെയാണ് ഞങ്ങൾ കഴിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഷോപ്പിന് മുകളിലായി ഒരു ചോക്ലേറ്റ് ബാർ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. നിരവധി ചോക്ലേറ്റുകളും ചോക്ലേറ്റ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള നിരവധി വിഭവങ്ങളും ഇവിടെ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഇതിന് പുറകിലുള്ള ഭാഗത്തേക്കാണ്. അവിടെ ഒരു ടെറസ് ഉണ്ട്. അവിടെ നിന്നും മനോഹരമായ പെറൂജിയ പട്ടണത്തിൻ്റെയും താഴ്വരയുടെയും കാഴ്ചകൾ കാണാനായിട്ട് നമുക്ക് സാധിക്കും. പെറൂജിയയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ നൽകുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്കിത് തോന്നിയത്. പഴമ വിളിച്ചോതുന്ന കെട്ടിടങ്ങൾ, മനോഹരമായ താഴ്വരകൾ. പെറൂജിയ സന്ദർശിക്കുന്നവർ തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു സ്ഥലം. ഇറ്റലിയിൽ ഏറ്റവും തണുപ്പ് കൂടിയ ഫെബ്രുവരി മാസമാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ സൂര്യാസ്തമന സമയം കൂടിയാണ്. കുറച്ചു നേരം അവിടെ നിന്ന് അവിടുത്തെ കാഴ്ചകൾ കണ്ട് കുറേ ഫോട്ടോകൾ എടുത്ത് ഞങ്ങൾ ഇവിടെ നിന്നും തിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ഈ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തേക്കാണ് പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നിന്നും ഏതാനും കിലോമീറ്റർ അകലെ ഞങ്ങൾ മുൻപ് സന്ദർശിച്ചിട്ടുള്ള അസീസി പോലെ, സ്പെല്ലോ പോലെ, സ്പൊളേത്ത് പോലെ മനോഹരമായ മറ്റൊരു പട്ടണമാണ് പെറൂജിയ. ഇവിടുത്തെ ഇടുങ്ങിയ തെരുവുകളും കല്ലുപാകിയ വഴികളുമുള്ള ഈ നഗരം സന്ദർശകരെ മധ്യകാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രതീതി ഉണ്ടാക്കും. പ്രിയോരി കൊട്ടാരത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പ്രവേശിക്കുന്നത്. ഇന്നത് പെറൂജിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മ്യൂസിയമാണ്. ഈ ചരിത്ര കൊട്ടാരത്തിന്റെ മുകളിലത്തെ നിലകളിലാണ് പ്രധാനപ്പെട്ട ഗാലറികൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. പകരം ഞങ്ങൾ ഇവിടെ നിന്നും പുറത്തിറങ്ങി ഇവിടുത്തെ കത്തീഡ്രൽ ദേവാലയത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പെറൂജിയ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള നവംബർ 4 ചത്തുരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദേവാലയമാണ് സാൻ ലോറൻസോ കത്തീഡ്രൽ. ഒരുപക്ഷെ പെറൂജിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചത്തുരവും ഇത് തന്നെയായിരിക്കും. എന്നാൽ ഈ ദേവാലയത്തിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ പ്രധാന വശം ചത്തുരത്തിന് അഭിമുഖമായിട്ടല്ല സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. പള്ളിയുടെ വശത്തെ ഭിത്തിയാണ് പ്രധാന ചത്തുരത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത്. 1345 നിർമ്മാണം തുടങ്ങിയെങ്കിലും ഇതിന്റെ മുൻഭാഗത്തെ പണികൾ പൂർണ്ണമായും തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പുറം ഭിത്തികളിൽ പരുക്കൻ കല്ലുകൾ ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കത്തീഡ്രലിലെ ഏറ്റവും വലിയ സവിശേഷത ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ മോതിരമാണ്. കന്യാമറിയം വിവാഹ സമയത്ത് ധരിച്ചിരുന്ന മോതിരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പള്ളിക്കുള്ളിലെ ഒരു പ്രത്യേക ചാപ്പലിൽ വളരെ സുരക്ഷിതമായിട്ടാണ് ഇത് വച്ചിരിക്കുന്നത്. വർഷത്തിൽ 2 തവണ മാത്രമാണ് ഇത് വിശ്വാസികൾക്ക് കാണാനായി പുറത്തെടുക്കാറുള്ളൂ. റോമൻ കാലഘട്ടത്തിന് മുൻപുള്ള എത്രൂസ്കൻ കാലഘട്ടത്തിന്റെ അവശിഷ്ടങ്ങൾ ഈ ദേവാലയത്തിനടിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സമയം വൈകിയതിനാൽ ഞങ്ങൾക്കതിന് സാധിച്ചില്ല. ഇത് കത്തീഡ്രൽ ദേവാലയമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയാണ്. ഇതാണ് അതിന്റെ ഫ്രണ്ട് സൈഡ്. ഞങ്ങൾ സൈഡിൽ ആയിട്ടോ കയറിയത്. ഈ കാണുന്നതാണ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ മുൻഭാഗം. ഇതിന് തൊട്ടടുത്തായിട്ടാണ് എത്രൂസ്കൻ കിണർ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2300 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് BC 3-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്ന ഒരു കിണറാണ്. സിമന്റോ മറ്റോ പശുകളോ ഉപയോഗിക്കാതെ വലിയ കല്ലുകൾ ഒന്നിനുമേലൊന്നായി അടുക്കി വെച്ചാണ് ഇതിന്റെ മുകൾ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. ഈ കിണർ സൊർബെല്ലോ കൊട്ടാരത്തിന്റെ ഭൂഗർഭ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ ഞങ്ങൾ ചെന്നപ്പോൾ ഇതും അടച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്നും ഇവിടെ തൊട്ടടുത്തുള്ള മറ്റൊരു ചത്തുരത്തിലേക്ക് നീങ്ങുകയാണ്. കത്തീഡ്രൽ ദേവാലയത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു ചത്തുരമാണ്. ഇവിടെയും നമുക്ക് മറ്റൊരു ദേവാലയം കാണാനായിട്ട് സാധിക്കും. ഇവിടെയുള്ള മിക്ക ദേവാലയങ്ങൾക്ക് മുമ്പിലും ഇതുപോലുള്ള കിണറുകൾ കാണുന്നുണ്ട്. ഇവിടെയുള്ള കെട്ടിടങ്ങളുടെ ഭിത്തിയിൽ നോക്കുമ്പോഴാണ് ഇതിന്റെ കാലപ്പഴക്കം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിർമ്മിതികൾ. ഞങ്ങൾ വീണ്ടും നവംബർ 4 ചത്തുരത്തിൽ എത്തിയിരിക്കുകയാണ്. 1-ാം ലോക മഹായുദ്ധത്തിൽ ഇറ്റലിയുടെ വിജയം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പേര് ഇതിന് നൽകിയിരിക്കുന്നത്. ഈ ചത്തുരത്തിന്റെ ഏകദേശം നടുവിലായി ഫൊന്താനെ മജോര എന്ന ഫൗണ്ടൈൻ സ്ഥിതി ചെയ്യുന്നു. ഒരുപക്ഷെ തണുപ്പായതിനാലാകാം ഫൗണ്ടനിൽ ഇപ്പോൾ വെള്ളമില്ല.
പെറൂജിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വീഥിയായ കോർസ വന്നൂച്ചി ആരംഭിക്കുന്നത് ഈ ജംഗ്ഷനിൽ നിന്നാണ്. നിറയെ ഷോപ്പുകളും മറ്റും തിങ്ങി നിറഞ്ഞ ഈ വീഥി തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങൾ നടക്കാൻ പോവുകയാണ്. വാഹനങ്ങൾ നിരോധിച്ചിട്ടുള്ള ഈ വീഥി കാൽനട യാത്രക്കാർക്കും ഷോപ്പിങ്ങിനും വൈകുന്നേരങ്ങളിലെ നടത്തത്തിനും അനുയോജ്യമാണ്. നവംബർ 4 ചത്തുരത്തെ നഗരത്തിന്റെ മറ്റു പ്രധാന സ്ഥലമായ പ്യാസ ഇത്താലിയുമായി ഈ വീഥി ബന്ധിപ്പിക്കുന്നു. ഈ നഗരത്തിന്റെ പ്രധാന സാംസ്കാരിക സാമൂഹിക കേന്ദ്രം കൂടിയാണ് ഈ വീഥി. കോർസ വന്നൂച്ചി കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ ഈ മനോഹരമായ സ്ഥലത്തെത്തും. ഇവിടെ നിന്നും മനോഹരമായ പെറൂജിയയുടെ താഴ്വാര കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനോഹരമായ ദേവാലയങ്ങൾ അങ്ങകലെയായി കാണാനായിട്ട് സാധിക്കും. ഈ ചെറുനഗരത്തിന്റെ ഉൾവഴികളിലൂടെ നടന്ന് ആ ദേവാലയങ്ങളിലേക്ക് പോവുകയാണ് ഞങ്ങൾ. പോകുന്ന വഴിയിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച കൂറ്റൻ നിർമ്മിതികൾ. ബോർഗോ ബെല്ല എന്ന വീതിയിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പ്രവേശിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി ശാന്തവും എന്നാൽ സാംസ്കാരികവുമായി ഏറെ സമ്പന്നവുമായ ഒരു അന്തരീക്ഷമാണ് ഈ വഴിയിലുള്ളത്. പെറൂജിയയിലെ തന്നെ ഏറ്റവും വലിയ ദേവാലയങ്ങളിൽ ഒന്നായ ബസിലിക്ക ദി സാൻ ഡൊമിനിഗോ എന്ന ദേവാലയത്തിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത്. ഈ ദേവാലയത്തിന് മുന്നിലും ഒരു ചെറിയ കിണർ നമുക്ക് കാണാം. മുൻപ് കത്തീഡ്രൽ ദേവാലയം കണ്ടതുപോലെ തന്നെ ഈ ഭാഗത്തിന്റെയും പുറംഭാഗം നോക്കിയാൽ പൂർത്തിയാകാത്ത രീതിയിലാണ് കാണപ്പെടുന്നത്. ബെനഡിക്ട് 11 മാർപ്പാപ്പ അന്തരിച്ചത് പെറൂജിയയിൽ വച്ചാണ്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ ദേവാലയത്തിനകത്താണ്. മുൻപ് മാൾട്ടയിലെ ഒരു ദേവാലയത്തിൽ ഇത്തരത്തിൽ ചുവന്ന പട്ടുതുണികൾ ഇട്ടിരിക്കുന്നത് കണ്ടിരുന്നു. അതുപോലെ തന്നെ ഈ ദേവാലയത്തിനുള്ളിലും ഇട്ടിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ പള്ളിയുടെ ഉൾഭാഗം വലിയ തോതിൽ പുനർനിർമ്മിക്കപ്പെട്ടു. പഴയ ഗോത്തിക് ശൈലിയിലുള്ള പള്ളിക്ക് തകർച്ചകൾ സംഭവിച്ചപ്പോൾ പുതിയ രീതിയിൽ പണിതതാണ് ഇന്നത്തെ ഉൾഭാഗം. ഈ നിർമ്മാണ സമയത്ത് പഴയ ചുവരിലുണ്ടായിരുന്ന പല ചിത്രങ്ങൾ മാഞ്ഞു പോകുകയോ മറയ്ക്കപ്പെടുകയോ ചെയ്തു. ഇന്ന് നമ്മൾ കാണുന്ന പല ചിത്രങ്ങളും അന്ന് അവശേഷിച്ച ഭാഗങ്ങളാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഞങ്ങൾ ഇതുവരെയും വിശുദ്ധ കുർബാനയ്ക്ക് സംബന്ധിക്കാൻ സാധിച്ചില്ല. ഈ സമയം ഇവിടെ വിശുദ്ധ കുർബാനയുണ്ട്. ഞങ്ങൾ അതിൽ സംബന്ധിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഈ ദേവാലയത്തിൽ ഞങ്ങൾ പുറത്തിറങ്ങാണ്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുർബാന ആരംഭിച്ചു. അങ്ങനെ കുർബാനയും കൂടി ഇന്നിപ്പോൾ പെറൂജിയയിലെ ഇന്നത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. നാളെ ചോക്ലേറ്റിൻ്റെ ദിവസമാണ്. ഞങ്ങൾ രാവിലെ ചോക്ലേറ്റ് കൊണ്ടുള്ള എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ഇസ്ല ദൈ ഗൊളോസി അതാണ്. പിന്നീട് ചോക്ലേറ്റിൻ്റെ വീട് കാസ ദെൽ ചോക്ലാത്തോ പെറൂജിയയുടെ മിഠായി ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇത് മ്യൂസിയത്തിൽ ഞങ്ങൾ കയറിയില്ല, കാരണം ഞങ്ങൾക്ക് നാളെ അവിടെ പോകാനുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കയറാതിരുന്നത്. ഞങ്ങൾ സിറ്റി സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് നടക്കുകയാണ് ചെയ്തത് ഹോട്ടലിൻ്റെ അടുത്തേക്ക്. അതും തിരിച്ചു വരുമ്പോൾ നടക്കാൻ സുഖമാണ്, കാരണം ആക്ച്വലി വെറുതെ ഇറക്കാണ്. ഒരു കിലോമീറ്റർ നടക്കാനായിട്ട്. കലയായിട്ട് ഹോട്ടലിൻ്റെ ബോർഡ് കാണാൻ. മനോഹരമായ പെറൂജിയയിലെ ഞങ്ങളുടെ ആദ്യ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ കാത്തിരിക്കുന്ന, ഞങ്ങൾക്ക് ഇവിടേക്ക് വരാനുള്ള പ്രധാന കാരണമായ ചോക്ലേറ്റ് ദിനം ഞങ്ങളുടെ നാളെയാണ്. ചോക്ലേറ്റ് ബ്രേക്ക്ഫാസ്റ്റും ചോക്ലേറ്റ് ടേസ്റ്റിംഗും ഉൾപ്പെടെയുള്ള കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Speed to the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. So loud as the hours pass.